ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഞാനിപ്പോൾ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഞാൻ വേറെ എവിടേക്കുമല്ല, ഇന്ന് ഉത്രാടപ്പാച്ചിൽ പോയി കഴിഞ്ഞ് വൈകുന്നേരം മാവേലി നാട് കാണാൻ വരുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരം രാവിലെ ഉച്ചയ്ക്ക് മേടിച്ച കമ്മലാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉത്രാടപ്പാച്ചിലിനല്ല മാവേലി നാട് കാണാൻ പോകലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ രണ്ട് ദേശക്കാരും, അതായത് മുക്കാട്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ദേശത്ത് കുരുക്ഷേത്ര എന്നൊരു പറഞ്ഞൊരു ടീമുണ്ട്. അവരുടെ ഉത്രാടക്കാഴ്ച വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടിക്കും പോകണം. നമ്മുടെ മാവേലി നാട് കാണുന്ന പരിപാടിക്കും ഞങ്ങൾ ചെല്ലണം. രണ്ട് പരിപാടികൾ ഒരുമിച്ച് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് മറ്റേ ഉത്രാടക്കാഴ്ച ശ്രീലക്ഷ്മി നഗർ ഇവിടെ കിടക്കും. ഈ വഴി ശ്രീലക്ഷ്മി നഗറിൽ ഒരു കട്ടുണ്ട്. അത് ഇന്നലെ എന്നോട് മറ്റേ വിളമോട് പറയേ മുകളിൽ വെച്ചോ. മാത്രമല്ലോ തൊട്ടപ്പുറത്തെ ഏരിയയിലാണ് ഞാൻ പരിപാടി നടക്കുന്നത്. അപ്പോൾ രണ്ട് ദേശത്തും ഇവിടെ രണ്ടോണം മുതൽ ഫുൾ കുമ്മാട്ടിയാണ് ഞങ്ങളുടെ ഏരിയയിൽ. അപ്പോൾ ഈ കാണുന്നതാണ് സാരഥയുടെയും ദശരഥയുടെയും ടീമുകളുടെ ഏരിയ കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ കാണുന്നതാണ് ഞങ്ങളുടെ പ്രണവ് നഗർ ഏരിയ. അപ്പോൾ പ്രണവ് നഗറിൽ ഇപ്പോൾ ഇവിടെ മുതൽ ഞങ്ങളുടെ വീട് മുതൽ, അതായത് സെൻറ്റർ മുതൽ പ്രണവും കുമ്മാട്ടി സെൻറ്റർ വരെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോർണർ വരെ, അതായത് പൂക്കളടുന്ന ഏരിയ വരെ അവർ ലൈറ്റ് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും മോളും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ, അതായത് കുരുക്ഷേത്രയുടെ പരിപാടി കഴിഞ്ഞതും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോർണറിലെത്തിയപ്പോൾ അവരുടെ കുമ്മാട്ടിമകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാവേലി നാട് കാണാൻ ഇറങ്ങിയേക്കാണ്. അപ്പോൾ മാവേലി ഓരോ വീടുകളിലും കയറിയിട്ട് ഹാപ്പി ഓണം, അതുപോലെ തന്നെ പുസ്തകം കൊടുക്കുന്നുണ്ട്. പുസ്തകം വേറെ ഒന്നുമല്ല, ഇവർ ഓണത്തിനിറക്കിയ കുമ്മാട്ടിയുടെ പുസ്തകമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ പൈസ പിരിക്കണമുണ്ട്. പിരിവ് കിട്ടാത്ത വീട്ടിൽ നിന്ന് പിരിക്കലും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതേ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് മഴ മാറി നിന്ന കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട്, വലിയ അലമ്പില്ലാതെ വേഗം എല്ലാ വീടുകളിലും കയറാൻ പറ്റി. പിന്നെ മഴ മാറി നിന്നത് വലിയൊരു ഉപകാരമായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുരുക്ഷേത്രക്കാരുടെ ടീം വീണ്ടും ആ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇവിടെ ജോയിൻ ചെയ്തു, മാവേലിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ടോ. മാവേലി ഇങ്ങനെ എല്ലാ വീടുകളിലും പോയിട്ട് കൈ കൊടുത്ത്, പിന്നെ വാമനും കൂടെ ഉണ്ട് കേട്ടോ. ഇഡ്ലിയുടെ കൂടെ വട എന്ന് പറഞ്ഞ പോലെ, ഇഡ്ലിയുടെ കൂടെ ചട്നി എന്ന് പറയുന്ന പോലെ മാമനില്ലാതെ എന്താഘോഷം മാവേലിക്ക് എന്ന് പറഞ്ഞ പോലെയാണ്. മാവേലി മാമനും കൂടി ഒരുമിച്ചാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാളും നല്ല രീതിയിൽ തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മാമനായത് വേറെ ആരുമില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ, അതായത് വില്ലേജൻ്റെ മോനാണ്. അപ്പോൾ അവൻ നല്ല രീതിയിൽ തന്നെ വാമന വേഷം കിട്ടിയിട്ടുണ്ട്. നല്ല കുട്ടിയായിട്ട് ഇത്രയും ദൂരം നടന്നു. അപ്പോൾ അവനെ സമ്മതിക്കണം, ഇത്രയും ദൂരം നടന്ന് ഉണ്ടാക്കുന്നതിന് കേട്ടോ. അപ്പോൾ ഓരോ വീട്ടുകാരിൽ കാണുമ്പോൾ ഓരോരുത്തർ ഹായ് ഒക്കെ പറയുന്നുണ്ട്, പിന്നെ ചിലവർ കാശ് കൊടുക്കുന്നുണ്ട്. പോലെ എല്ലാം ബംഗളായിട്ട് ഇത്രയും ദൂരം ഈ കുഞ്ഞിമോൻ നടന്ന് ഇത്രയും പരിപാടി ഗംഭീരാക്കി കൊടുത്തു കേട്ടോ. കാരണം കുറച്ച് ദൂരമല്ല, ചില്ലറ ദൂരത്തിൽ നടന്ന് കൂട്ടിയാണ് 10-200 വീടുകളുണ്ട് കേട്ടോ. ഈ വീടുകളിലേക്കൊക്കെ നടന്ന് എത്തണമല്ലോ. അപ്പോൾ അവൻ ഇങ്ങനെ വീട്ടിൽ കയറി. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമല്ലേ, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പോകുമ്പോൾ. കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്ന് അവിടെ വന്ന് തഥാസ്തു എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങൾ അവനെ വിളിച്ചപ്പോൾ അവൻ ഫോട്ടോയിൽ പോസ് ചെയ്യുന്നൊന്നുമില്ല, ക്യാമറ കണ്ടാസിനാവും ഈ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ കഴിഞ്ഞ് നമ്മൾ കേട്ടോ വേറെ വീടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ മാവേലിയുണ്ട്, മാവേലിയുടെ കൂടെ പിള്ളേരും എല്ലാവരും ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് വീഡിയോ കിട്ടും. ഇത് അടുത്ത വീടുകളിൽ പോയി അടുത്ത വീടുകളിൽ കേട്ടോ.
ഏകദേശം ഞങ്ങൾ പരിപാടി അവസാനിപ്പിക്കാറായപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖത്തിലായെത്തിയത്. നല്ലൊരു മഴയും കിട്ടി. ഞങ്ങളുടെ പരിപാടി ഏകദേശം അവസാനിപ്പിക്കാറായതാണ്. അപ്പോൾ ഇടയിൽ മഴയും കൂടിയും പെയ്തു. ഞങ്ങളുടെ പരിപാടി മൊത്തത്തിൽ കൊളാക്കി തന്നു കേട്ടോ മഴ.